ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ടിക്ക് ആൻഡ് ടിപ്സ് പറയാനാണ്. ട്രിക്ക് ആൻഡ് ടിപ്സ് പറയാനാണ് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടാ കുറച്ച് ട്രിക്ക് എന്തെങ്കിലും അങ്ങനത്തെ ട്രിക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞ് ഞാൻ ഓക്കെ എല്ലായിടത്തിനും ആ ട്രിക്കിൻ്റെ വീഡിയോ ഇടുക, എല്ലാവരും ചോദിച്ചു ട്രിക്കിൻ്റെ വീഡിയോ ഇടുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ ഇടാലോ, എന്താ എല്ലാവരും ഓക്കെ നോക്കിയത് ഇട്ട് ഞാൻ അപ്പോൾ എല്ലാവരെയും ഓക്കെ ഇട്ട്. അപ്പം എന്താ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കൊണിച്ചൊക്കെ ജസ്റ്റ് എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ രസമില്ലേ, നമ്മൾ എന്തെങ്കിലും പറയാം, എൻ്റെ ഒരു കണ്ണുണ്ടെന്നില്ല, എന്താ ഒരു കണ്ണുണ്ട്. അപ്പോൾ നമ്മളിന്ന് അത് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഗ്യാരേജിൽ പോയിട്ട് പറയാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി റിവാർഡ്സ് അത് നമ്മൾ ഫുള്ളാക്കണം. ഡെയിലി നമ്മൾ അതിൽ പൈസ കളക്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഡെയിലി റിവാർഡ്സിന് വേണ്ടിയില്ലേ നമ്മുടെ താഴെ ഉള്ളത് ഈ ഒരു സാധനം, ഭയങ്കര ഈ ഒരു സാധനങ്ങൾ കണ്ടിട്ടില്ലേ, അത് നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും കളക്ട് ആക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ഇത് നമ്മളതിലേക്ക് പൈസ അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടുന്നത്. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ട്രിക്സിൽ ഈ ഒരു ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡെയിലി റിവാർഡ്സ് നിങ്ങൾ ഡെയിലി ചെയ്യണം, അതുകൊണ്ടാണ് ഡെയിലി അതിലിട്ടത്. അപ്പോൾ ഇനി നമുക്ക് വേറെ ട്രിക്സ് നോക്കാം. ഡെയിലി ടാസ്ക് നമ്മുടെ ഡെയിലി ടാസ്ക് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് എങ്ങോട്ട് ഡെലിവറി അങ്ങനത്തെ ഒക്കെ പോലെ. അപ്പോൾ ഇതാണ് ഡെയിലി ടാസ്ക്. അതിൽ ഞാൻ നീഡ് ഫോർ ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് 83 ആയി. ഞാനിനി 100 ആക്കിയാൽ എനിക്ക് പൈസ കിട്ടും. അതേമാതിരി തന്നെ എനിക്ക് മാഗ് റോഡുണ്ട്, ഓഫ് റോഡ് പോകാൻ 3 കിലോമീറ്റർ. പിന്നെ ഡെലിവറി ഡ്രൈവിന് വെച്ചാൽ നമ്മുടെ ഡെലിവറി ഇതായിട്ട് കാർ എന്താ നമ്മുടെ ബോക്സായിട്ട് നമുക്ക് എത്ര കിലോമീറ്റർ 2 കിലോമീറ്റർ പോകാനുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാറുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് എല്ലാ ഡെയിലി ടാസ്ക് നിങ്ങൾക്ക് ഇങ്ങനെ തരും നമ്മുടെ CPM. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ എവിടെ പോയാലും അവിടെ ഗിഫ്റ്റ് കണ്ടാൽ നമ്മൾ എവിടെ പോകുന്നോ അവിടെ ഗിഫ്റ്റ് കണ്ട ആ ഗിഫ്റ്റ് എന്തായാലും എടുക്കണം എന്ന് വെച്ചാൽ അതിലും നമുക്ക് പൈസ കിട്ടും. അത് നമ്മൾ ഒരു പ്രാവശ്യമല്ല, അത് 88 എണ്ണം കളക്ട് ചെയ്താൽ മൊത്തത്തിൽ 88 എണ്ണം കളക്ട് ചെയ്താൽ മൊത്തത്തിൽ നമുക്ക് 1 lakh rupees വരെ നമുക്കിതിൽ പോകാം. ഞാനങ്ങനെ 1 lakh പോയില്ല. ഞാൻ എൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, M5 ഡിഫൻഡർ. എനിക്ക് ആ ലാസ്റ്റത്തെ ഈ ഒരു കാറില്ലേ, ലാസ്റ്റത്തെ മറ്റേരു ഇത് ചെയ്ത് ഈ ഫസ്റ്റ് ആ മൂട്ട കാർ തൊട്ട് എനിക്ക് ലാസ്റ്റത്തെ ആ കാറ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നോട് ചെറിയൊരു അബദ്ധം പറ്റി, അത് ഞാൻ ഡിലീറ്റ് ആക്കി. ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ പിന്നെയും കയറ്റിയതാണ്. അപ്പോൾ ഇന്ന് ഇന്ന് എൻ്റെ ആദ്യം കയറ്റിയപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. ഇതിൻ്റെ ഇതിൻ്റെ കമൻസ് നമ്മുടെ പഴയ വീഡിയോയിലാണ് വന്നത്. പഴയ M5 നമ്മൾ ആ ലാസ്റ്റത്തെ കാർ വരെയുള്ള ആ വീഡിയോയിലാണ് ഇതിൻ്റെ പഴയ കമൻസ് വന്നത്. പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പഴയ ഇതിലല്ല, പുതിയ നമ്മുടെ അക്കൗണ്ടിലാണ്. അപ്പോൾ അക്കൗണ്ടിൽ നമ്മൾ നെയിമൊന്നും ഇട്ടില്ല, നെയിമൊക്കെ ഉണ്ടോ. അപ്പോൾ നെയിം എന്തായാലും നമ്മൾ കൊമ്പൻ വൈറ്റീനെ ഇടുള്ളൂ. നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കൊമ്പൻ വൈറ്റീനാണ്. അപ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഗിഫ്റ്റും ഡെയിലി ടാസ്കും ഡെയിലി റിവാർഡ്സ് ഉറപ്പ്, ആ 3 കാര്യങ്ങൾ നമ്മൾ ഉറപ്പായി ചെയ്യണം. ഇനി നമ്മളിപ്പോൾ വേൾഡ് സെയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത്
മാനേജ് അക്കൗണ്ട് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ടും ഗിഫ്റ്റും പിന്നെ നമ്മുടെ ലെവൽസും ചെയ്ത് തീർക്കണം. അത് ഉറപ്പാണ്. അത് ഞാൻ സത്യമായിട്ട് പറയണം. ഉറപ്പായിട്ടും ചെയ്താൽ നിങ്ങൾക്ക് മണി കിട്ടും. അപ്പോൾ വേൾഡ് സെയിൽ എനിക്കുണ്ട്, പക്ഷേ വേൾഡ് സെയിലേക്ക് ഉള്ള അത്ര കോയിൻസ് എനിക്കില്ല. ചിലപ്പോൾ 800-ൻ്റെ 1000-ൻ്റെ ഗെയിം വരിക. നിങ്ങൾക്ക് ഇങ്ങനെ വേൾഡ് സെയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ മാനേജ് അക്കൗണ്ട് ചെയ്യണം. നിങ്ങളുടെ ഇമെയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡും നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടി വരും. എന്നാലേ ഉള്ളൂ നമുക്ക് ഈ വേൾഡ് സെയിൽ കിട്ടുക. എന്നാലേ ഉള്ളൂ ഡെയിലി ടാസ്കും ഡെയിലി റിവാർഡ്സും കിട്ടുക. അതും കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഗിഫ്റ്റ്സും ലെവൽസും ചെയ്ത് തീർത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി കൊടുക്കുക, ആ വണ്ടി വിൽക്കുക. എന്ന് വെച്ചാൽ ആ വണ്ടി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുക. അത്രയും ആ 3 കാര്യങ്ങളാണ് ഇട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചാൽ ലെവൽസിൽ ഈസി പാർക്ക് കൊടുക്കുകയാണ്. ഈസി പാർക്ക് നിങ്ങളൊരു 100 തവണ എന്തായാലും ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 1 lakh നിങ്ങൾക്ക് ഇപ്പം കിട്ടും. നമ്മൾ ആദ്യം ഇത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന മണിയെന്ന് വെച്ചാൽ 25,000 ലാക്ക് അല്ല 25,000 ലാക്കല്ല 25,000 രൂപയ്ക്കാണ് നമുക്ക് ഇത് ആദ്യം തുടങ്ങുമ്പോൾ കിട്ടുന്നത്. അത് എന്താ നമ്മൾ 1 lakh ആക്കണമെങ്കിൽ നമ്മളിതൊരു 100 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാം. 100 പ്രാവശ്യം ചെയ്യില്ല, ഞാനൊന്ന് 12 പ്രാവശ്യം ചെയ്യാം. 1 2 പിടിച്ച് 2ആയി. 4-ാമത്തെ. അപ്പോൾ 4-ാമത്തെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 5-ാമത്തെ ഇത് വളർത്താൻ. ഓക്കെ, 6-ാമത്തെ, 7-ാമത്തെ. ഇത്രയും പെട്ടെന്ന് നമുക്കിത് ചെയ്യുകയാണ് ഈസി പാർക്ക് എടുത്താൽ. അപ്പം അതുകൊണ്ടാണ് ഈസി പാർക്ക് എടുക്കുന്നത്. അങ്ങനെ 100 പ്രാവശ്യം ഈസി ആയിട്ട് ചെയ്താൽ നമുക്ക് 1 lakh ഉറപ്പായിട്ട് എത്തിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ കുറേ വണ്ടികൾ നിങ്ങൾക്ക് മേടിച്ച് കൂട്ടിയിട്ട് അതൊക്കെ വിറ്റ് നിങ്ങൾക്ക് പൈസ, അത് നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഉറപ്പായിട്ടും ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ എണ്ണുന്നുണ്ട് കേട്ടോ, ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എണ്ണുന്നുണ്ട്. 12 ആവാനായില്ല. 11 ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് മെനുവിൽ പോകാം. ഓക്കെ, അപ്പോൾ മെനുവിൽ പോയാൽ ഞാൻ ആദ്യം എനിക്കുണ്ടായത് 25,000 സംതിങ് എങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു 41,895 രൂപ എൻ്റെ കയ്യിൽ പിളത്തി. അങ്ങനെ നിങ്ങൾ ഒരു 12 പ്രാവശ്യം വീണ്ടും റീപ്ലൈ അങ്ങനെ 12 പ്രാവശ്യം ചെയ്താൽ നമുക്ക് ഇപ്പോൾ പൈസ ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം 12 പ്രാവശ്യം ചെയ്യുക. പിന്നെ നിങ്ങളൊരു മൾട്ടിപ്ലെയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും 12 പ്രാവശ്യം ചെയ്യുക. പിന്നെ ഒരു മൾട്ടിപ്ലെയറോ അല്ലെങ്കിൽ സിംഗിൾ പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾ പിന്നെയും 12 പ്രാവശ്യം ആ ലെവൽ ഈസി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ലെവൽ ഒന്ന് ചെയ്യുക 12 പ്രാവശ്യം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പൈസ കിട്ടും. ഇത് എനിക്ക് അറിയുന്ന സംഭവമാണ്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അറിഞ്ഞിട്ടും ഞാൻ എന്താണ് ഇത് ചെയ്യാത്തതെന്ന്. അത് ഞാൻ ചെയ്യുന്നത് എന്താ, ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ കഴിയില്ലല്ലോ. നിങ്ങൾ പിന്നെ വേറെ കമൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇനി വേണ്ടത്, നിങ്ങൾ ഇനി ഇടാൻ പോകുന്നത്. അതിനെക്കൊണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ചെയ്ത് ടൈം നോക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്ന് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.